എടവനക്കാട് തീരപ്രദേശത്ത് കടൽക്ഷോഭം തടയുന്നതിന് നടപടി വേണമെന്നാവശ്യപ്പെട്ട് ഇന്ന് ഹർത്താൽ. ഇന്നലെ പ്രദേശവാസികൾ ചേറായി വൈപ്പിൻ റോഡ് ഉപരോധിച്ചിരുന്നു. കടൽക്ഷോഭം തടയുന്നതിന് നടപടികൾ ഒന്നുമില്ലാത്തതോടെയാണ് സമരസമിതി ഹർത്താലിന് ആഹ്വാനം ചെയ്തത്. എടവനക്കാട് തീരദേശ മേഖലയോട് കളക്ടറുടെ അവഗണനയിൽ പ്രതിഷേധിച്ചാണ് നാട്ടുകാർ ചെറായി വൈപ്പിൻ റോഡ് ഉപരോധിച്ചത്. കടൽക്ഷോഭം ഇല്ലാതാക്കാൻ പുലിമുട്ട്, ടെട്രോപോഡ് എന്നിവ നിർമ്മിക്കുക എന്നതാണ് ആവശ്യം. എന്നാൽ കഴിഞ്ഞ ദിവസം കളക്ടറുമായി നടത്തിയ ചർച്ചയിൽ ഫണ്ടില്ലെന്ന് അധികൃതർ പറഞ്ഞതായി പ്രദേശവാസികൾ പറഞ്ഞു. ഇതോടെയാണ് കടുത്ത സമരത്തിലേക്ക് നാട്ടുകാർ നീങ്ങിയത്. ഈ കഴിഞ്ഞ തീരസദസ്സിൽ ബഹുമാനപ്പെട്ട ഫിഷറീസ് മന്ത്രിയുടെ മുമ്പാകെ ഞങ്ങളുടെ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. അപ്പൊ അദ്ദേഹം ഉടനെ തന്നെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിനോട് അവിടുത്തെ എസ്റ്റിമേറ്റ് എടുക്കാനും 55 കോടിയുടെ ടെട്രോപാഡ് മോഡലിൽ സീവാള് നിർമ്മിക്കാനുള്ള എസ്റ്റിമേറ്റ് എടുത്തു പോയിട്ടുണ്ട്. ആവശ്യം എന്ന് വെച്ചാൽ പുലിമുട്ടോടുകൂടിയുള്ള ശാസ്ത്രീയപരമായിട്ടുള്ള കടൽഭിത്തി നിർമ്മിക്കുക. കാരണം 2004 സുനാമിക്ക് ശേഷം ഈ എടവനക്കാടിന് 2.5 കിലോമീറ്റർ എന്നുവെച്ചാൽ സുനാമിക്ക് 2 ജീവിതം നഷ്ടപ്പെട്ട ഒരു ഗ്രാമമാണ് എടവനക്കാട് ഗ്രാമപഞ്ചായത്ത്. നാളിതുവരെ സർക്കാരിൽ നിന്നും മാറി വരുന്ന സർക്കാരിൽ നിന്നും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ജനങ്ങളും പിള്ളേരും എല്ലാവരും ബുക്കുകളും കാര്യങ്ങളെല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അണിയിൽ കടപ്പുറം, പഴങ്ങാട് കടപ്പുറം, ചാത്തങ്ങാട് കടപ്പുറം എന്നിവിടങ്ങളിലെ 150ഓളം വീടുകൾ കടൽക്ഷോഭ ഭീഷണിയിലാണ്. സമരക്കാരുമായി ഫോർട്ട് കൊച്ചി സബ് കളക്ടർ കെ മീര ചർച്ച നടത്തിയെങ്കിലും വിജയിച്ചില്ല. തൽക്കാലം ജിയോ ബാഗ് സ്ഥാപിച്ച് പരിഹാരം കാണുമെന്നും ടെട്രോപോഡിന് വേണ്ടി DPR കൊടുത്തിട്ടുണ്ടെന്നും സബ് കളക്ടർ. സമരസമിതി നേതാക്കളുമായിട്ടൊക്കെ ചർച്ച നടത്തി. അപ്പൊ അവരുടെ എല്ലാവരുടെയും ആവശ്യം എന്ന് പറയുന്നത് ടെട്രാപോഡ് തന്നെയാണ്. നമ്മൾ അതിനുള്ള DPR ഓൾറെഡി ഗവൺമെന്റിലേക്ക് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു, ജില്ലാ ഭരണകൂടം. അതിന്റെ എന്താ പറയുക പ്രൊസീജിയേഴ്സ് നടന്ന് അവിടുന്ന് സാങ്ഷൻ വരുന്ന മുറയ്ക്ക് നമുക്കത് കൊടുക്കാൻ പറ്റും. പക്ഷേ ഇമ്മീഡിയറ്റ്ലി അത് കൊണ്ടുവരണമെന്ന് പറയുമ്പോഴാണ് നമുക്ക് ഒരു പ്രതിസന്ധി വരുന്നത്. വകുപ്പ് മന്ത്രിയുടെ ഉറപ്പ് ലഭിക്കും വരെ സമരം തുടരുമെന്നാണ് സമരക്കാർ പറയുന്നത്. റിപ്പോർട്ടർ, കൊച്ചി.